ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടിക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിയർ ഇൻഡിക്കേറ്റർ തെളിയുന്നില്ല, അതായത് റൈറ്റും ലെഫ്റ്റും ലൈറ്റ് തെളിയുന്നില്ല. അതിൻ്റെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഭാഗം കൂടെ പൊട്ടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ബാക്ക് സൈഡ് മാത്രമല്ല, മീറ്ററിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ സൈഡിലേക്ക് പോകുന്ന അതിൻ്റെ സിഗ്നൽസും തെളിയുന്നില്ല. പിന്നെ പറഞ്ഞേക്കുന്നത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം, പിന്നെ ഒരു മിററിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിലവിൽ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്ന ടൈം ആയിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ അഴിച്ചിട്ടുണ്ട്. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ പ്രശ്നമാണ്. കാർബറേറ്റർ നമുക്ക് ഇതും ഇരിക്കുന്നത് ഒന്നാമത് കമ്പനി ഫിൽട്ടർ കാർബറേറ്റർ അല്ല, നിലവിൽ ഇപ്പോഴത്തെ അതൊരു പ്രോബ്ലം അല്ല. നമുക്കിപ്പോൾ റേറ്റ് കുറവുള്ളത് വെച്ചാലും അത് മതി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് വെച്ചാലും കംപ്ലയിൻ്റ് ആണ്. കമ്പനി ഐറ്റം മേടിച്ച് വെച്ചാലും ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വന്ന് പോവാണ് ഒട്ടുമിക്ക വണ്ടികളിൽ. അപ്പോൾ കുറഞ്ഞു വെച്ചാലും അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇതിൻ്റെ നിലവിലതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അതിൻ്റെ ചേമ്പറിൽ നിറയുമ്പോൾ ഇത് മുകളിലേക്ക് പോവുകയും ആ വാൽവിനെ ലോക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കും അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. പക്ഷേ ഇത് ചില സമയങ്ങളിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സീലിംഗ് കംപ്ലയിൻ്റ് ആയിട്ട് ഇതേപോലെ പെട്രോൾ ഇങ്ങനെ ഇറങ്ങേണ്ട താഴേക്കിട്ടാണ്. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം. അത് നമുക്ക് പുറമേ നിന്ന് ഒരു പരിധി വരെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് ഫ്ലോട്ട് വാൽവൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അത്രയും നമുക്ക് പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് ഈ കാർബറേറ്റർ ബോട്ടത്തിനാണ് കംപ്ലയിൻറ്റ് കേട്ടോ. കാരണം ഈ കാർബറേറ്റർ ബോട്ടം എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ് മെറ്റീരിയൽ. അതും ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ. അതായത് പെട്രോളിനകത്ത് ഒരു ലിറ്റർ പെട്രോൾ മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് 200 മില്ലി എത്തനോളാണ്. അതാണ് അതിൻ്റെ ഒരു റേഷ്യോ. 20% എത്തനോളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അലുമിനിയം ദ്രവിച്ചു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതാണ് മെയിനായിട്ട് വന്നതാണ് പ്രോബ്ലം. നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാനാണ് പറ്റുള്ളൂ. പക്ഷേ കംപ്ലയിൻറ്റ്സ് മാറുമെന്നൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം കംപ്ലയിൻറ്റ്സ് വീണ്ടും കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റിപ്പീറ്റ് കാണിച്ചാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി കളയാം. ഇതിപ്പോൾ കാർബറേറ്റർ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ടാലും കൈയോടെ തന്നെ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കും. അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. പുതിയത് വെച്ചാലും റിസ്ക് ഒക്കെ ഉണ്ട്. കാരണം ഞാൻ വീണ്ടും നമ്മൾ പെട്രോൾ തന്നെ ഉപയോഗിക്കണേ. പക്ഷേ കുറേ നാളത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ കിട്ടും. വണ്ടി ഡെയിലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന വേറൊരു കേസ്. ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. അതായത് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റാം, കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, ഇൻഡിക്കേറ്ററിൻ്റെ ബാക്ക് സൈഡിലത്തെ ഇത് നമുക്ക് തൽക്കാലം ഒട്ടിച്ച് എടുക്കാം. ഇൻഡിക്കേറ്റർ ബൾബൊക്കെ ഒന്ന് വർക്കിംഗ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. മീറ്ററിനകത്തും ഇതേപോലെ ബൾബുകൾ പോയിട്ടുണ്ട്. ന്യൂട്രൽ ലൈറ്റ് തെളിയുന്നില്ല. പിന്നെ സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽസും അതിനകത്ത് വർക്കിംഗ് അല്ല, മീറ്ററിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അതും വേണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് 3 വർക്കാണ് പറഞ്ഞത്. ഒന്ന് എഞ്ചിൻ ഓയിലിൻ്റെ കേസ്, പിന്നെ പെട്രോൾ ലീക്കിൻ്റെ കേസ്, ഇൻഡിക്കേറ്ററിൻ്റെ കേസ്. എഞ്ചിൻ ഓയിൽ നമ്മൾ ഓൾറെഡി മാറ്റുന്നുണ്ട്. പെട്രോൾ ലീക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞു കാർബറേറ്ററാണ് കംപ്ലയിൻറ്റ്. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മാറുമെന്നൊരു ഉറപ്പ് പറയണില്ല. കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലിയാണ് നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഏകദേശം നമുക്കൊരു കമ്പനി ഐറ്റൊക്കെ വരുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 3000 താഴെ നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. 2900 അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.